ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് യൂണിവേഴ്സിറ്റി പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് 2:30 ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അതിക്ക് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, എൻ്റെ കാറ് വാഷ് ചെയ്യണം, പിന്നെ തുണി അലക്കാനുണ്ട്, അങ്ങനെ കുറേ. അപ്പോൾ ഇപ്പോൾ സമയം 11 ആയി. ഞാനിപ്പോൾ കുറച്ചു മുമ്പാണ് വൈകി എണീറ്റതിനാൽ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്നാലും മാക്സിമം എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റണം, കാരണം എല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഇത്രയും തുണി എനിക്ക് അലക്കാനുണ്ട്. ഇതിനകത്ത് എൻ്റെ യൂണിഫോം ഉണ്ട്. ഇത് അലക്കി കിട്ടിയാലാണ് ഇന്ന് എനിക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് തുണി അലക്കാൻ പോകാം. ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങി ഗൈസ്. നല്ല തണുപ്പുണ്ട്. രാവിലെ നല്ല രസമുണ്ടല്ലേ കാണാൻ. പക്ഷെ ഇവിടെ തണുപ്പാണ്, ചെറിയ രീതിയിൽ തണുപ്പുമുണ്ട്. സോ ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യം സ്കാൻ ആകണമെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യണം ഫസ്റ്റ്. യെസ് ഗൈസ്, അവിടെ നമുക്ക് അലക്കാൻ പറ്റില്ല, കാരണം അവിടെ ഓൾറെഡി വേറെ ആളിട്ടേക്കാണ്. അപ്പം നമ്മൾ കുറച്ച് ദൂരെയുള്ള ബ്ലോക്കിൽ പോകണം, സി ബ്ലോക്ക്. ഫ്രീ ആണ് ഗൈസ്. നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. ഞാൻ എൻ്റെ സ്റ്റുഡൻറ് കാർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് മറന്നു. ഇനി നമുക്ക് തുറക്കണമെങ്കിൽ വേറെ ആരെങ്കിലും സ്റ്റുഡൻറ് കാർഡ് വേണം. സമയമില്ല. സ്നേഹനെ വിളിച്ച് നോക്കാം അല്ലേ? സ്നേഹ പ്ലേസ്മെൻറ്റിന് പോയിക്കാന്ന് എനിക്ക് തോന്നണേ. നല്ല രസമുണ്ട്. ആരെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാം. സ്നേഹ കാർഡ് തന്നു ഗൈസ്. ഡൺ. സ്നേഹ ഉറക്കത്തിലായിരുന്നു. ഞാൻ വെച്ചാൽ അവൾ പ്ലേസ്മെൻറ്റിന് ഇല്ല, അവൾ ഉറക്കത്തിലായിരുന്നു. ഭാഗ്യം നമ്മുടെ കാര്യം നടന്നു, കാർഡ് കിട്ടി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ജസ്റ്റ് ഓട്സ് ആണ്. നമുക്കത് എന്തായാലും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മൈക്രോവേവിൽ വെക്കേണ്ടി വരും. ഗൈസ്, ഇന്നത്തെ ദിവസം എന്തോ എനിക്ക് നല്ല ദിവസമാണെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ലല്ലോ. നോക്ക്, എനിക്ക് ഇത് ക്ലീൻ ചെയ്യണം. നമുക്ക് ഡിന്നർ സെറ്റാക്കാം, കാരണം ഞാൻ 11 മണിക്ക് ഇനി തിരിച്ചു വരുള്ളൂ. സോ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഡിന്നർ സെറ്റാക്കാം. ട്യൂണ റാപ്പാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാപ്സിക്കം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കും. സോ ജസ്റ്റ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? നമുക്കിവിടെ വയ്ക്കാം. പിന്നെ വേണ്ട, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെച്ചു. ട്യൂണ ഇട്ടു. ഇത് ക്യാൻഡ് ട്യൂണയാണ്. കുറച്ച് സീസണിങ് ഇടുകയാണ്, കുറച്ച് പെപ്പർ, ഫോക്കസ് പോന്നു ഗൈസ്, ഉപ്പ്, ഇച്ചിരി തൈര് ഒഴിക്കാം. ഡൺ. നമ്മുടെ റാപ്പാക്കാം ഗൈസ്. റാപ്പാക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. ഇത് നോക്കിക്കേ, ഞാൻ പോകുക. ഇത് ശരിയാവില്ല. ഞാനിതെന്ത് ചെയ്യും ഗൈസ്? എനിക്കിന്ന് മൊത്തം നല്ല ദിവസമാണ്. റാപ്പും ഇത് 2 കഷ്ണമായി കീറിപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, ഇത് ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇതെല്ലാം കൂടി എടുത്ത് റാപ്പിലോട്ടാക്കാം, അടുത്ത റാപ്പിലോട്ടാക്കാം. ഓക്കെ, സോറി. എൻ്റെ കയ്യിലൊരു മുറിവുണ്ട്. ഞാൻ നേരത്തെ ബീൻസ് അരിഞ്ഞതാണ് 2 ദിവസം മുമ്പ്. ഇപ്പോൾ നല്ല ദിവസങ്ങളായി കേട്ടോ, അതുകൊണ്ടാണ്. യെസ്, റാപ്പ് സെറ്റാക്കി. ആരോട്ടാ ഡിന്നർ സെറ്റ് ഗൈസ്. കുറച്ച് കുക്കുംബറും കൂടി വെക്കുന്നുണ്ട്, കാരണം എനിക്ക് വിശക്കും. അവിടെ നല്ല പണിയാണ്, അതുകൊണ്ട് ഓൾ സെറ്റ്. ഫൈനലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇന്നത്തെ ഓട്സ്, ആൽമണ്ട്സ്, പംകിൻ സീഡ്സ്, പിന്നെ സിനമൺ പൗഡർ, ആൽമണ്ട് മിൽക്ക്,
ഇത്രയാണുള്ളത്. ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കട്ടെ. നമുക്കേ അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഓരോ ബ്രേക്കിനുള്ള കുട്ടി ബ്രേക്ക് ഉണ്ട്. അതിനുള്ള സാധനം കൂടി നമുക്ക് എടുത്തു വെക്കാം. കണ്ടോ, ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യമൊക്കെ ഉണ്ട്. ഗൈസ്, തുണി അലക്കി കഴിഞ്ഞു. സോ നമുക്കിനി അത് ഡ്രയറിലോട്ടിടാം. ഓൾ സെറ്റ്. നമുക്ക് ഹൈ ടെമ്പറേച്ചർ ഇടാം. ബാറ്റർ എടുക്കാം. ഒരു 1.25 മണിക്കൂർ ഇടാം. സോ 1.25 മണിക്കൂർ വന്ന് കഴിയുമ്പോൾ തുണി ഉണങ്ങും. ഓക്കെ. കാർഡ് നമുക്ക് നേഹയോട് പറയാം എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടെന്ന്. പാപം ഉറങ്ങുമല്ലേ. സോ ഗൈസ്, എൻ്റെ മുടിയൊക്കെ ഇരിക്കണം. ഓക്കെ. സോ ഗൈസ്, നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കാർ വാഷാണ്. കാർ വാക്യൂം ചെയ്യാനുണ്ട്. ബട്ട് കാർ വാക്യൂം ചെയ്യലിന്ന് നടക്കുമെന്ന് തോന്നല്ല. ഇനി എനിക്ക് ഫ്രൈഡേയും സാറ്റർഡേയും ഓഫാണ്. അപ്പം അന്ന് നമുക്ക് കാർ വാക്യൂം ചെയ്യാം. സമയമെടുത്ത് ചെയ്യാമല്ലോ. കാർ വാഷ് എന്തായാലും ചെയ്യണം. എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം 12 മണിയായി. നമുക്കെന്തായാലും ഇതൊക്കെ എൻ്റെ കാർ വാഷിങ് എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ. വാക്യൂം ക്ലീനറുമുണ്ട്. സോ നമുക്കിതെല്ലാമായിട്ട് പോകാം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ വാക്യൂം ചെയ്യാം. ഇത് കണ്ടോ ഗൈസ്, കാക്ക വരെ എന്നോട് ചോദിച്ചു തുടങ്ങി കാറൊന്ന് കഴുകിക്കൂടെ എന്ന്. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പോയി കാറ് കഴുകുന്നത്. നോക്കൂ, ഇന്നലെ കാണിച്ചു വെച്ച പണിയാണ്. അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റിന് പോകുമ്പോൾ മോശമല്ലേ. അപ്പം നമുക്ക് കാറ് കഴുകാം. ഉള്ളിൽ അഴുക്കുണ്ടല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സമയമുണ്ടോ നോക്കട്ടെ. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ സെൽഫ് ബേയിലെത്തി. നമ്മുടെ അവിടെ നിന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഒക്കെ അടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആണ് നമ്മൾ സ്വയമാണ് ഇവിടെ കഴുകുന്നത്. ഓട്ടോമാറ്റിക് വാഷ് അപ്പുറം ഉണ്ട്. പക്ഷെ ഞാൻ സ്വയം കഴുകാമെന്ന് വെച്ചു. സോ നമുക്ക് തുടങ്ങാം. അവിടെ ഓട്ടോമാറ്റിക് വാഷ് ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം. 8 വെച്ചിട്ടെടുക്കാം. അപ്പോൾ 8 വെച്ചിട്ട്, കാരണം നമ്മുടെ കാറിന് പൊതുവെ 15 ആവുന്നത്. നമുക്ക് 8 വെച്ചിട്ടെടുക്കാം. എന്നിട്ട് നോക്കാം. സോ 8 വെച്ചിട്ടെടുത്തു. ഇങ്ങനെ യെസ്, ടയറിൻ്റെയാണ്. അടുത്ത സ്റ്റെപ്പാണ് ഗൈസ് ഫ്രീ സോക്ക്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വീഡിയോയും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സോപ്പ് ഇതാണ്. ഫോമിംഗ് ബ്രഷ്. ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ ചെയ്താൽ ചെളി മരിക്ക് പോവില്ല. അതുകൊണ്ട് നമുക്ക് അതിനാണ് ഞാൻ തുണി വെച്ച് ഒന്നും കൂടി ക്ലീൻ ചെയ്തതായിട്ട്. നമ്മളിപ്പോൾ റിൻസ് ചെയ്ത് പകുതി ആയിപ്പിക്കാൻ ടൈം തീർന്നു. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത പേയ്മെൻറ്റ് കൊടുക്കണം. സോ അത്യാവശ്യം ഇവിടെ ക്ലീനായി. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അതിക്ക് മുമ്പ് നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് തുണി വെച്ച് ക്ലീൻ ചെയ്യാം. അത് കഴിയുമ്പോൾ റിൻസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും.
കഴിഞ്ഞില്ല. സാധാരണ $20 തീരുന്നതാണ്, പക്ഷെ ഇത് ഞാൻ വീഡിയോയും കൂടി പിന്നെ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. സോ നമുക്ക് 1 more ടൈം ടാപ്പ് ചെയ്യണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ആ 2 തുണി കരുതാന്ന്. ഫൈനലി എല്ലാം കഴിഞ്ഞു. സോ നമ്മൾ മൊത്തം $18 ആയിരുന്നു. സാധാരണ എനിക്ക് 15-20 എന്നല്ല ആവാം, 15 ആവാറുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണോണ്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളൂ. സാധാരണ ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. സോ എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ടൈം പ്ലാൻ കൂടി. കുഴപ്പമില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയോ. കഴുകൽ കഴിഞ്ഞു. സമയം എത്രയായി? 12:46. സോ നമുക്ക് വേണമെങ്കിൽ വാക്യൂം ചെയ്യാം, പക്ഷെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വാക്യൂം ചെയ്യാം. എൻ്റെ കയ്യിൽ വാക്യൂം ക്ലീനർ ഉണ്ടല്ലോ, വലിയ അഴുക്കില്ല ഇവിടെ നിന്ന് പിടിക്കാനായിട്ട്. സോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. നമ്മുടെ കാർ കണ്ടു ഗൈസ്, ഫുൾ ക്ലീനായി. നിങ്ങൾക്ക് കാർ ഫുൾ കാണിച്ചു തരാം. കണ്ടോ, എല്ലാം പോയി. നീ കാക്ക എനിക്ക് പണി തരാതിരുന്നാൽ മതിയായിരുന്നു. ഫുള്ളി ക്ലീനായി, ഓൾ ഡൺ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് പോയാലോ? പോകുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇത് ആക്ച്വലി സെൽഫ് ബേ ആണ്, ബേ വാഷ് എന്ന് പറയും. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ആരും നമുക്ക് ഇവിടെ കഴുകാനൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വാഷിന് പോവുകയാണെങ്കിലും അതിനും എനിക്ക് തോന്നുന്നു $25 എന്തോ ആണ് അവർ റേറ്റ് ചെയ്യുന്നത്. പക്ഷേ തുടക്കത്തിൽ 2 പേര് നമ്മുടെ ഈ വിൻഡോയും ഗ്ലാസും എല്ലാം കഴുകി തരും. എന്നിട്ട് ഫുൾ ഓട്ടോമാറ്റിക് വാഷാണ്. അതാണ് ഓട്ടോമാറ്റിക് വാഷ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ അവിടെ 2 പേര് ഇങ്ങനെ നോക്കുന്നു. പിന്നെ ആണെങ്കിൽ സെൽഫ് വാഷിൽ നമുക്ക് $5 വെച്ചിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ കാണിച്ച പോലെ $80 വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാർ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ടൈം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെയുള്ള കാര്യം, ചിലവർ ജസ്റ്റ് വാഷ് മാത്രം ചെയ്യും, എന്നിട്ട് ബാക്കി സോപ്പെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകുന്നവരും ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ നാളായി വണ്ടി കഴുകിയിട്ട്, അപ്പോൾ പിന്നെ ഇന്നങ്ങ് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫുള്ള് എടുത്തത്. പിന്നെ ഉള്ളത് അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ വാഷ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലല്ലേ താമസിക്കുന്നത്, ഞങ്ങൾക്ക് കോളേജിലല്ലോ. അപ്പോൾ കോളേജിൽ ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഒന്നുമില്ല കാർ വാഷ് ചെയ്യാനൊക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് വാഷ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ചിട്ട് വാക്യൂം ചെയ്യാം. അതിന് നമ്മൾ പ്രൈസ് കൊടുത്താൽ മതി. ഇതേപോലെ $2 വെച്ചിട്ട് $2 നമുക്ക് 1 മിനിറ്റ് വാക്യൂം ചെയ്യാം. അങ്ങനെ ഇതുണ്ട്. അതാകുമ്പോൾ കുറേ ചെടികളൊക്കെ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു വാക്യൂം ക്ലീനർ ഉണ്ട്, ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് എടുക്കാറുള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ. ജസ്റ്റ് ഞങ്ങളോട് പറഞ്ഞെന്നുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ബോറടിച്ചെങ്കിൽ സോറി. നമ്മുടെ തുണി ഇനി 15 മിനിറ്റോടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഉണങ്ങിയൊന്ന് ജസ്റ്റ് നോക്കാം. ഉണങ്ങിയുണ്ട് ഗൈസ്. സോ നമുക്ക് എടുക്കാൻ തുണിയല്ല, പറ്റില്ലാണ്ടായി ഗൈസ്. സോ ഇവിടെ ഇപ്പോൾ 2 അപ്പൂപ്പന്മാർ വന്നിട്ട് നമ്മുടെ ടോയ്ലറ്റിൽ എന്തോ ലീക്കേജ് ആയിരുന്നു, അതൊക്കെ നന്നാക്കി. ഈ ഇവിടെ വയ്ക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൊന്ത പോയി. സോ ഗൈസ്, ഞാനിപ്പോൾ കണ്ടോ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ അത് വിരിക്കാൻ പോകും. ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ ചെയ്യാൻ വന്നിട്ട് ചെയ്യാന്ന്, പക്ഷെ എനിക്കെന്തോ മാറ്റിയിട്ട് പോകാമെന്ന് കരുതി. ഇത് പോർട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് കിട്ടിയിട്ടില്ല. പിന്നെ നീ സുന്ദരി ഗൈസ്. സ്നേഹയുടെ ഒരു മോട്ടിവേഷൻ സ്നേഹയുടെ ഒരു മോട്ടിവേഷൻ കാരണം ഞാൻ സിക്ക് വിളിച്ചു. സത്യം പറഞ്ഞ എനിക്ക് ഒട്ടും വയ്യ. കാറ് കഴിക്കൊണ്ടൊന്നല്ല കേട്ടോ, ഞാൻ രാവിലെ എണീറ്റപ്പോ മുതൽ എനിക്ക് വയ്യായിരുന്നു. പിന്നെ കാറ് കഴിക്കൊണ്ടിരുന്നപ്പോ എനിക്കെന്തോ ഇന്ന് പോണോ എന്നുള്ളൊരിതായിരുന്നു. പിന്നെ എനിക്ക് കുറേ ഡോക്യുമെന്റേഷൻ കിടക്കേണ്ട. ഒന്ന് ഞാൻ സ്റ്റുഡന്റ് നേഴ്സായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട്. സോ അവിടത്തോട്ട് വേണ്ടിയിട്ട് എനിക്കും ലേഹിക്കും അല്ലെ കുറേ ഡോക്യുമെന്റ്സ് ശരിയാക്കി JP അറ്റസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കാനുണ്ട്, അല്ല അവർക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ
ഞാൻ ഇന്ന് സിക്ക് വിളിച്ചു. ഇനി നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് വാക്യൂം ചെയ്യാം. ഞാൻ കാർ വാക്യൂം ഒക്കെ വേറെ ദിവസം നീ എന്താ റോബോട്ട് കാർ വാക്യൂം ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ എല്ലാം ചെയ്യാം. നീ ഫുഡ് കഴിച്ചാ? ചോറിനുണ്ടോ? അപ്പൊ ഞാൻ പയ്യെ ചോറിനാൻ പോവാ, എന്നിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ എനിക്ക് വിശക്കണം, പനി ഓക്കെ. നമുക്കിപ്പോ ചോറുണ്ണാൻ പോകുന്നു. ചോറ്, പിന്നെ നേരെ മീൻകറി, പ്രോൺസ് കറി, പിന്നെ തൈര്, സാലഡ് ആൻഡ് ഫിഷ് ഗ്രില്ല് ചെയ്തത്, ബാസാക്കി ലഞ്ച്. ഗൈസ്, ഞാൻ പഴയ ലുക്കിൽ നിന്ന് പുതിയ ലുക്കിലോട്ട് മാറി. നേഹ അടിപൊളിയായിട്ട് വന്നപ്പോൾ ഞാനൊട്ടും കുറച്ചില്ല. സോ ഞങ്ങൾക്ക് ഇത്രയും ഡോക്യുമെന്റ്സ് പ്രിന്റ് ഔട്ടും കാര്യങ്ങളും അറ്റസ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ആ വീഡിയോ കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ പ്രിന്റ് കൊടുക്കാനായിട്ട് എല്ലാം ഇവിടെ ക്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പോയി പ്രിന്റ് എടുക്കണം. ഇവിടെ ഒരു പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്, പക്ഷെ അത് എന്തോ കേടാണ്. അപ്പോൾ നമ്മൾ മുകളിൽ പോകണം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാണിത്. ഇതാണ് പ്രിൻ്റർ. സ്റ്റുഡൻറ്റ് കാർഡ് വെച്ചു. അപ്പോൾ അവർ പിന്നടിക്കാൻ പറയും. ലോഗിൻ കൊടുക്കും. എന്നിട്ട് പ്രിൻ്റോൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കെല്ലാം വരും. നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടി. നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, കാരണം നമ്മുടെ യൂണി തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇന്നത്തെ പൈസ ഇട്ട് തരും. അപ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഞാൻ ചുമ്മാ കാണിച്ചിക്കാന്ന് വെച്ചു. ഞങ്ങളുടെ പ്രിൻ്റ് ഔട്ട്സൊക്കെ കഴിഞ്ഞു കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒക്കെ കാണാൻ നല്ല രസം കേട്ടോ. ഇങ്ങോട്ടേക്ക് അധികം വരാറില്ല എന്നുള്ളൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, കോർട്ട് ഹൗസ്. അപ്പോൾ നമ്മൾ കോർട്ട് ഹൗസിൽ പോയി JP അറ്റസ്റ്റേഷനൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്താൽ മതി. ഭയങ്കര തണുപ്പല്ലേ? ഭയങ്കര തണുപ്പ്. ഇവിടെ നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ. പക്ഷേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, അതിൻ്റെ അകത്തൊന്നും കാണിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഈ ഗൈസ്, അപ്പം ഞങ്ങൾ ചുമ്മാ കോൾസിലും കൂടി വരാമെന്ന് കരുതി ഞങ്ങളിപ്പോൾ കോൾസിൽ വന്നേക്കുവാണ്. കണ്ടോ, കോൾസിൽ വന്നേക്കുക. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കരുതി. നേഹ അപ്പുറത്ത് KMart പോയിക്കുക കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കാൻ. അപ്പം ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് കരുതി. ഇവിടെ സീതപ്പഴം ഇരിക്കുന്നു. സോ ഞാൻ അത് ഒരെണ്ണം എടുക്കാമെന്ന് വെച്ചു. അയ്യോ പോലെ നല്ലത് നോക്കി. ഇത് നല്ല പഴുത്തതാ, നല്ല പഴുത്ത. ഇത് എടുക്കാം. കേടായിരിക്കുമോ? എടുക്കാം. 1 കിലോനാ 10. അപ്പോൾ ഇതെത്ര? ഇത് 0.4. സോ ഇതെടുക്കാം. ഗൈസ്, ഞാൻ ആപ്പിൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. റോയൽ കാല നല്ലതായിരിക്കണം. ഇതെടുക്കാം. എനിക്ക് ക്യാപ്സിക്കം എടുത്ത് തരണം. അത്യാവശ്യം വലുതെടുത്തോ, കാരണം ഇനി അടുത്ത് വലുതെല്ലാം ചീത്തയതേ ആണോ? അത് പഴുത്ത് തുടങ്ങണതിൻ്റെ ആയിരിക്കും. ചീത്ത ചെയ്താണോ? അതെടുക്കണ്ട, നിൽക്കില്ല അപ്പോൾ. എന്നാൽ അത് മതി. നമുക്ക് ഇങ്ങനെ ചിക്കനൊക്കെ തൂക്കി വാങ്ങിക്കട്ടെ ഗൈസ്. ഞാൻ എടുത്തത് ഇതാണ്, 2 kgs എടുത്തു. സോ അത് നമുക്കെടുക്കാം. ഗൈസ്, നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യാൻ പോവാ. നമ്മൾ സക്സസ്ഫുള്ളി 99 ഞാൻ ക്യാഷ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പോൾ ക്യാഷ് അതിടുക. ഇവിടെ ക്യാഷ് ഇടുന്നത് എങ്ങനെയാണ് കേട്ടോ? അത് കാണിച്ചിട്ട് മടങ്ങിയിരിക്കണുണ്ടോ? നമ്മൾ പോയിൻറ്റ്സ് ഇതിക്കൂടെ കൊടുക്കും. ക്യാഷ് തീർന്നു. ഇപ്പോൾ ബാക്കിയിട്ട് പ്രൈസ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കും. അതിന് ഫോൺ വേണം. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. 5 മണി ആയിട്ടുള്ളൂ. പക്ഷേ തണുപ്പ് കൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങും.
നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജാക്കറ്റ് എടുത്തിട്ടില്ല, ജാക്കറ്റ് വണ്ടി കിടക്കുക. നമ്മുടെ കാറ് സുന്ദര കുട്ടപ്പനായി. എല്ലാം നമ്മുടെ ഫ്രിഡ്ജിലോട്ടാക്കണം. ഇത് ഞങ്ങളുടെ ഈ ബ്ലോക്കുകാർക്ക് മാത്രമുള്ള ഫ്രിഡ്ജാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലീനിങ് കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും ഇതായിട്ടിരിക്കണം. ഇന്നലെയായിരുന്നു ക്ലീനിങ്. ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കണം. ഇതിനകത്ത് ഇപ്പം ഞങ്ങളുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാവരും സാധനങ്ങളാക്കി വെക്കുന്നേ ഉള്ളൂ. നേഹ നല്ലൊരു പണി തന്നു. എൻ്റെ നേഹ തന്നെ അത് വൃത്തിയാക്കുന്നു. എൻ്റെ തൈര് ഫുള്ള് അവൾ താഴ്ചടിച്ചു. ഇന്ന് രാവിലെ മുതൽ എനിക്ക് പണികളാണ് ഓരോന്നായിട്ട്. ഞാൻ ക്ലീൻ ചെയ്യടി. നേഹ നല്ല കുട്ടിയാണ്. യെസ് ഗായ്സ്, വീട്ടിൽ വന്നു. ഇതെനിക്ക് സൺഫ്ലവർ, ഞാനിവിടെ മിനിഞ്ഞാന്ന് സൺഫ്ലവർ ഗാർഡനിൽ പോയി ഇവിടെ. അപ്പോൾ അന്നേരം കിട്ടിയ സൺഫ്ലവേഴ്സാണ് കേട്ടോ. റൂമിൽ വന്നു. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ സെറ്റാക്കി വെക്കണം. അതാണ് അടുത്ത പരിപാടി. എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ തീരും. സോ ഫോൺ ചാർജ് ചെയ്തിടാം. ഇത് എന്ത് ടൈപ്പ് ഫ്രൂട്ടാണെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. ഇത് പേരിൻ്റെ പുറത്തുകൊണ്ട് അവർ ലേബിൾ ഒട്ടിച്ചേക്കണം. സോ എനിക്ക് ഇത് ആരെങ്കിലും ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. പക്ഷേ അവിടെ വെച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഇതെന്തോ ഓഫറിൽ അവർ കൊടുത്തേക്കണേ. കാര്യം ഇന്ന് വരെ ഡേറ്റ് ഉള്ളൂ. പക്ഷേ ഇതൊക്കെ മിക്കവാറും നാളെ ഒക്കെ ആകുമ്പോഴേക്കും തീരും. സോ കുഴപ്പമില്ല. കണ്ട് ഇങ്ങനെ ഉള്ളിലിരിക്കണേ. നല്ല മധുരം. യെസ് ഗൈസ്, ഞാനപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി. അപ്പോൾ ഇത് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. എനിക്കൊന്നും ഫ്രിഡ്ജിൽ വെക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നത്. പിന്നെ തണുപ്പായതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. ഇതെന്തായാലും ഇന്ന് തന്നെ കഴിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 2 ഓറഞ്ച് നേരത്തെ ഇരുന്ന് ബാക്കിയെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഇവിടെ സെറ്റാണ്. ഇതെനിക്ക് വണ്ടിയിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു കവറാണ്. ഇനിയിപ്പോൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് കാർ വാക്യൂം ചെയ്യാൻ ഉണ്ട്. ഇന്ന് പ്ലാൻ ചെയ്തതിൽ അത് മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. പിന്നെ പ്ലാൻ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുക്ക് ചെയ്യണം. കാരണം നാളെ തൊട്ടൊന്നുമില്ല. സോ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം കിട്ടുവാണെങ്കിൽ കാർ വാക്യൂം കുക്ക് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഒന്ന് പുറത്തു കൊണ്ടുവരും, ഇല്ലെങ്കിൽ അതില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. നാളെ പിന്നെയും ഉച്ചയ്ക്ക് എനിക്ക് പ്ലേസ്മെൻറ്റ് തുടങ്ങും. സോ നാളെ പ്ലേസ്മെൻറ്റ് പോകണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് സിക്ക് വിളിക്കേണ്ട വന്നുകൊണ്ട് എല്ലാം വൈകിയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് പറയുക, നിങ്ങളുടെ സജഷൻസ് പറയുക. ഞാനിങ്ങനെ എന്തൊക്കെ വീഡിയോസ് ഇടണം, നിങ്ങൾക്കിവിടെ എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അതേപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടണോ, അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടുന്നതായിരിക്കും. എപ്പോഴും എനിക്ക് കണ്ടിന്യൂഷനായിട്ടൊരു വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കുക അതിന്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾ ഞങ്ങളോടൊപ്പം. ബൈ.